അപ്പോൾ 150 വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ വരുന്ന വഴി കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ മനോഹരമായൊരു ഡാം സൈറ്റ് കണ്ടു. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് ബംഗ്ലാവിൽ വെച്ച് കാണാം. ഇതാണ് ശിങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ശിങ്കപ്പാറ മാതൃക ഫോറസ്റ്റ് സ്റ്റേഷനാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടയ്ക്കാൻ. അപ്പോൾ ഏകദേശം 4 പേർക്ക് 3000 സംതിങ് വരും, ഇൻക്ലൂഡിങ് GST അടക്കം. അപ്പോൾ ഇവിടെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്. അവർ നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരും. സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ പട്ടിയാർ ബംഗ്ലാവിൻ്റെ അടുത്തെത്താറായി. നല്ല ആനയുടെ ചൂര് ഇവിടെ അടിക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ ഒരു ആന കറങ്ങി നടപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ഭീകരമായ അന്തരീക്ഷമാണ്. കാടിനുള്ളിൽ കൂടെ ഉള്ള വരവ് അത് അതിഭീകരം തന്നെ പറയാം ശരിക്ക്. അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അത് പാഴാക്കരുത്. അപ്പോൾ ഞങ്ങൾ പട്ടിയാർ ബംഗ്ലാവിലേക്കുള്ള യാത്രയിലാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പട്ടിയാർ ബംഗ്ലാവിലെത്തി. മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ നോക്കൂ. പട്ടിയാർ ബംഗ്ലാവിൽ നിന്നും രാവിലെ ഞങ്ങളൊരു നടത്തത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ തടാകത്തിൻ്റെ അടുത്തെത്തി. കാട്ടിലൂടെ നല്ല ഡെൻസ് ഫോറസ്റ്റാണ്. ആ കാട് കടന്ന് വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ. അപ്പം അല്പം ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ അതുപോലെ അട്ട കാലിൽ മുഴുവൻ കയറും ഈ ഭാഗത്തെല്ലാം. അപ്പോൾ ഉപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഈ അട്ടയെ തുരത്തണമെങ്കിൽ. അങ്ങനെ കുറച്ച് റിസ്ക്കിയാണ്. പുറകിൽ നല്ലൊരു മനോഹരമായ വെള്ളച്ചാട്ടം കാണാം. അപ്പോൾ അത് കണ്ടോ, ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടങ്ങ് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് പോകുമ്പോൾ ഈ കിടങ്ങ് കടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ രാത്രികാലങ്ങളിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ബംഗ്ലാവിൽ താമസിക്കുന്ന ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കിടങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ, നല്ല കോട, അടിപൊളി കോടയാണ്. കോടമഞ്ഞ് ഇങ്ങനെ കാറ്റിനനുസരിച്ച് കയറി വരികയാണ് താഴെ നിന്ന് മുകളിലേക്ക്. അപ്പോൾ ബംഗ്ലാവിലേക്കാണ് ആ കോട ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പട്ടിയാർ ബംഗ്ലാവിനോട് ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ്. മനോഹരമായ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിച്ച പട്ടിയാർ ബംഗ്ലാവ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. വളരെ ദുഃഖത്തോടു കൂടി, ഇനിയും വീണ്ടും വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവരോടും